So hey guys, CMF ഫോൺ 1 പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ജൂണിൻ്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റിൻ്റെ സൈസ് നോക്കാന്ന് വെച്ചാൽ 0.93 GB ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ എഴുതിയിരിക്കുന്ന ന്യൂ ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് പ്രൈവസി സ്പേസ് സ്വൈപ്പ് റൈറ്റ് ഇൻ ദ ആപ്പ് ഡ്രോയർ. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. യു ക്യാൻ നൗ സെറ്റ് എ സെപ്പറേറ്റ് പ്രൈവസി പാസ്വേഡ് ഫോർ ബോത്ത് ആപ്പ് ലോക്ക് ആൻഡ് പ്രൈവസി സ്പേസ് ഹോട്ട്സ്പോട്ട് മാനേജർ. ഈ 3 ഫീച്ചേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇപ്പോൾ ഓവറോൾ ഞാൻ ഇതിൻ്റെ സ്മൂത്ത്നെസ് നോക്കാന്ന് വെച്ചാൽ ഫോൺ കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം. ഇപ്പോൾ ബാറ്ററി ലൈഫിനെ പറ്റിയിട്ടും പെർഫോമൻസ് ഇപ്പോൾ കാണുമ്പോൾ നല്ല സ്മൂത്തായിട്ടാണ് തോന്നിക്കുന്നത്. ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട്, ക്യാമറയിൽ വലിയ ഇമ്പ്രൂവ് ആയിട്ടുണ്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷേ അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ഫീച്ചർ നോക്കാന്ന് വെച്ചാൽ സ്വൈപ്പ് റൈറ്റ് ഇൻ ദ ആപ്പ് ഡ്രോയർ ഫോർ ക്വിക്ക് ആൻഡ് ഈസി ആക്സസ് ടു യുവർ സെക്യൂർ സോൺ. അപ്പോൾ ഈ അപ്ഡേറ്റിൻ്റെ മുമ്പേ നമ്മൾ ഈ ആപ്പ് ഡ്രോയർ ഓപ്പൺ ചെയ്തിട്ട് സ്വൈപ്പ് റൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഓക്കെ, പക്ഷേ ഇപ്പോൾ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻസ് മീൻസ് ഹൈഡ് ചെയ്തിട്ട് നമുക്ക് ആ സെക്യൂർ സോണിൽ ലോക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ. അതേമാതിരി നമുക്ക് ഫോട്ടോസും വീഡിയോസും ഡോക്യുമെൻറ്റ്സും ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ്, അത് ഞാൻ ഓൾറെഡി സെറ്റപ്പ് ചെയ്തായിരിക്കും. നിങ്ങൾ സ്വൈപ്പ് റൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു പാസ്വേഡ് ഇടാൻ പറയും. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് അല്ല, വേറെ പുതിയൊരു പാസ്വേഡ് ഇടാൻ പറയും. അപ്പോൾ ഞാൻ ഓൾറെഡി പാസ്വേഡ് ഇട്ടിട്ടുണ്ട്, ഫിംഗർ പ്രിൻ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുമ്പോൾ നമുക്ക് പ്രൈവറ്റ് ഫയൽസ്, പ്രൈവറ്റ് ക്യാമറ. ഇപ്പോൾ ഈ പ്രൈവറ്റ് ക്യാമറയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറ ഓപ്പൺ ആവും. പിന്നെ അതിൽ നമ്മൾ ഫോട്ടോസ് എടുക്കുന്നതൊക്കെ നമ്മൾ ബാക്ക് പോകുമ്പോൾ നമുക്കിവിടെ പ്രൈവറ്റ് ഫോട്ടോസ് എന്ന് കാണും. അതിൽ വന്നിട്ടാവും കിടക്കുക. ഓക്കെ, അതേമാതിരി പ്രൈവറ്റ് ഫയൽസ്, എന്തെങ്കിലും ഫയൽസ് പ്രൈവറ്റ് ആക്കി വെക്കണമെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതേമാതിരി പ്രൈവറ്റ് ആപ്ലിക്കേഷൻസ്, എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഇവിടെ നമുക്ക് പ്രൈവറ്റ് ആപ്ലിക്കേഷനായിട്ട് നമുക്ക് കുറച്ചൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ഓൾറെഡി ഇവിടെ ഗൂഗിൾ TV, ഗൂഗിൾ മീറ്റ്, സ്വിഗ്ഗിയൊക്കെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് ഹൈഡ് ചെയ്ത് വെക്കേണ്ടത്, ലോക്ക് ചെയ്ത് വെക്കേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾ ഞാൻ കാണിച്ചാൽ ഇവിടെ പ്രൈവറ്റ് ഫയൽസ് കാണാണ്ട്. അപ്പോൾ അവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫയൽ മാനേജറിൽ പോയിട്ട് ഏത് ഫോട്ടോസാണ് ആഡ് ചെയ്യേണ്ടത്, ഏത് ഫയൽസാണ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ആഡ് ചെയ്യുക. അതേമാതിരി ഇവിടെ പ്രൈവറ്റ് ഫോട്ടോസ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ പ്രൈവറ്റ് ക്യാമറയിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസാവും ഇവിടെ പ്രൈവറ്റ് ഫോട്ടോസിൽ വന്ന് കിടക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രൈവറ്റ് ആപ്ലിക്കേഷൻ നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് പ്രൈവറ്റ് ആക്കി വെക്കേണ്ടത് അതൊക്കെ നമുക്ക് ഇവിടെ പോയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ സെറ്റിങ്സിൻ്റെ ഒരു ഐക്കൺ കാണാണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പാസ്വേഡ് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. പിന്നെ ലോക്ക് പ്രൈവറ്റ് സ്പേസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ വെൻ ലിവിങ് ദ സ്പേസ് എവറി ടൈം ഡിവൈസ് ലോക്സ് 5 minutes ആഫ്റ്റർ സ്ക്രീൻ ടൈം ഔട്ട് ഓൺലി ആഫ്റ്റർ ഡിവൈസ് റീസ്റ്റാർട്ട്സ്. അപ്പോൾ ഇതിലത്തെ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യുക. അതേമാതിരി എഡിറ്റ് പ്രൈവറ്റ് ആപ്സ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണ് പ്രൈവറ്റ് ആപ്പായിട്ട് വെക്കേണ്ടത് അത് നമുക്ക് വെക്കാൻ പറ്റും. ഇനി ബാക്ക് പോവുക. അടുത്ത ഓപ്ഷനാണ് ഹൈഡ് പ്രൈവറ്റ് സ്പേസ് വെൻ ഇറ്റ്സ് ലോക്ക്ഡ്. അപ്പോൾ ഇത് ഓണാക്കി വെക്കുകയാണ്. അതിൻ്റെ മുമ്പ് എങ്ങനെയാണ് കാണുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആപ്പ് ഡ്രോയർ ഓപ്പൺ ചെയ്യുക. റൈറ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ പ്രൈവറ്റ് സ്പേസ് ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്കിപ്പോൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ഹൈഡ് പ്രൈവറ്റ് സ്പേസ് ഇത് ഓണാക്കി വെക്കുകയാണ് വെച്ചാൽ നമുക്ക് പിന്നെ ആപ്പ് ഡ്രോയറിൽ പോകുമ്പോൾ ഇവിടെ സ്വൈപ്പ് റൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈവറ്റ് സ്പേസ് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് സ്പേസ് ആക്സസ് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്കിവിടെ സെർച്ച് ബാറിൽ പോയിട്ട് പ്രൈവറ്റ് സ്പേസ് ഫുൾ അടിച്ചു കൊടുക്കണം. അപ്പോഴാണ് ഇങ്ങനെ കാണിക്കുക. ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റും. ലാസ്റ്റത്തെ ഓപ്ഷനാണ് ഡിലീറ്റ് പ്രൈവറ്റ് സ്പേസ്. ഇപ്പോൾ പ്രൈവറ്റ് സ്പേസ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിലീറ്റ് കൊടുക്കുമ്പോൾ ഈ പ്രൈവറ്റ് സ്പേസ് നിങ്ങളുടെ ഫോണിന് ഡിലീറ്റ് ആവും. പിന്നെയും വേണമെങ്കിൽ ആദ്യമായിട്ട് സെറ്റപ്പ് ചെയ്യേണ്ടി വരും പുതിയ പാസ്വേഡൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രൈവറ്റ് സ്പേസിൻ്റെ പുതിയൊരു ഫീച്ചർ. അടുത്ത ഫീച്ചറാണ് യു ക്യാൻ നൗ സെറ്റ് എ സെപ്പറേറ്റ് പ്രൈവസി പാസ്വേഡ് ഫോർ ബോത്ത് ആപ്പ് ലോക്ക് ആൻഡ് പ്രൈവസി സ്പേസ്. ഫോർ എക്സാമ്പിൾ നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഫോണിൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ ലോക്ക് ചെയ്ത് വെക്കില്ലേ, ലൈക്ക് വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാമൊക്കെ, അതൊക്കെ നമ്മൾ ഫോണിൻ്റെ പാസ്വേഡ് വെച്ചിട്ടാണ് ലോക്ക് ചെയ്യാറ്. ഇപ്പോൾ ഫോണിൻ്റെ പാസ്വേഡ് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ പ്രൈവസി സ്പേസിൽ ഒരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ആ പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് ഫോണിൻ്റെ ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ
ആപ്സിൽ പോവുക. ആപ്സിൽ പോയി കഴിഞ്ഞിട്ട് ഇവിടെ ആപ്പ് ലോക്കർ ഉണ്ടാവും. ആപ്പ് ലോക്കറിൽ പോയിട്ട് ഇപ്പോൾ ഫോണിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഫോണിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുകയാണ്. ഫോണിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുത്തു. പിന്നെ ഇവിടെ ലോക്ക് സെറ്റിങ്സ് ഉണ്ടാവും. അപ്പോൾ ആ ലോക്ക് സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ കണ്ടോ ഡിവൈസ് സ്ക്രീൻ ലോക്ക് കറൻ്റ്ലി യൂസ് പ്രൈവസി പാസ്വേഡ്. അപ്പോൾ ഈ പ്രൈവസി പാസ്വേഡാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. പ്രൈവസി പാസ്വേഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെക്യൂർ സ്പേസിൽ നമ്മൾ ആ പാസ്വേഡ് കൊടുത്തില്ലേ, ആ പാസ്വേഡ് വെച്ചാലാണ് നമ്മൾ ആ ആപ്ലിക്കേഷൻസ് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ട് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നല്ലൊരു ഫീച്ചർ ആഡ് ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് പണ്ട് നമ്മൾ ഫോണിൻ്റെ പാസ്വേഡും ആണ് ആപ്പ് ലോക്ക് ചെയ്യാൻ വെക്കാറ്. ഇപ്പോൾ ഫോണിൻ്റെ പാസ്വേഡ് ആർക്കെങ്കിലും അറിയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ആക്സസ് അവർക്ക് കിട്ടും. അവർക്ക് നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് വെച്ചിട്ട് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പ്രൈവസി സ്പേസിൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് അറിഞ്ഞാലും ആ ആപ്ലിക്കേഷൻ അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അടുത്ത ഫീച്ചറാണ് ഹോട്ട്സ്പോട്ട് മാനേജർ. ഈസിലി മാനേജ് ഡിവൈസസ് കണക്റ്റഡ് ടു യുവർ ഹോട്ട്സ്പോട്ട്. ഇപ്പോൾ നമ്മൾ മൊബൈൽ ഡാറ്റ ആർക്കെങ്കിലും ഷെയർ ചെയ്യില്ലേ ഹോട്ട്സ്പോട്ട്, അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സിലൊന്ന് പോവുക. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ട് നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റിൽ പോവുക. നെറ്റ്വർക്ക് ആൻഡ് ഇൻ്റർനെറ്റിൽ പോയി കഴിഞ്ഞിട്ട് ഹോട്ട്സ്പോട്ട് ആൻഡ് ടെത്തറിങ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റത്തെ ഓപ്ഷൻ കാണാമല്ലേ കണക്റ്റഡ് ഡിവൈസ്. ഇപ്പോൾ ഞാൻ എൻ്റെ S23 കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ S23യുടെ മേലെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്കണക്ട് ആൻഡ് ആഡ് ടു ബ്ലോക്ക് ലിസ്റ്റ്. ഡു യു വാണ്ട് ടു ഡിസ്കണക്ട് ദിസ് ഡിവൈസ് ഫ്രം യുവർ ഹോട്ട്സ്പോട്ട് ആൻഡ് ബ്ലോക്ക് ഫ്യൂച്ചർ കണക്ഷൻ. ഇപ്പോൾ നമുക്ക് ഈ ഡിവൈസ് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാനും പറ്റും ആൻഡ് ബ്ലോക്ക് ചെയ്യാനും പറ്റും. ഫ്യൂച്ചറിൽ നമുക്ക് ഈ ഡിവൈസ് നമ്മുടെ ഫോണായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് അറിഞ്ഞാലും, മീൻസ് ഹോട്ട്സ്പോട്ടിൻ്റെ പാസ്വേഡ് അറിഞ്ഞാലും. അപ്പോൾ അത് അങ്ങനെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അതേമാതിരി ഇവിടെ വൈഫൈ ഹോട്ട്സ്പോട്ട് കാണാമല്ലേ, വൈഫൈ ഹോട്ട്സ്പോട്ടിൽ വരുമ്പോൾ ഇവിടെ മാക്സിമം നമ്പർ ഓഫ് കണക്ഷൻസ്, മാക്സിമം 16 ഡിവൈസസ് നമ്മുടെ ഫോണിൻ്റെ ഹോട്ട്സ്പോട്ടായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ 1, 2, 3 അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ 3 ഫീച്ചറാണ് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഡിവൈസ് യൂസ് ചെയ്യുമ്പോൾ നല്ല സ്മൂത്തായിട്ടാണ് തോന്നിയിരിക്കുന്നത്. എന്തായാലും ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട്, ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂവിൽ ഞാൻ പറയണതായിരിക്കും. ഒരു 4-5 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാറ്ററി ലൈഫ് എങ്ങനെയുണ്ട്, ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയണതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.